ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും ലാലക്കയും കൂടെ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവരവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അട്ടപ്പാടി കോട്ടത്തറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അട്ടപ്പാടി എല്ലാവർക്കും അറിയാലോ, ഒത്തിരി കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അട്ടപ്പാടി. ഒരുപാട് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള കാടും മലകളും പിന്നെ വെള്ളച്ചാട്ടവും അങ്ങനെ ഒത്തിരി അവിടെ കാണാനുണ്ട്. കൊറോണയായിട്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇപ്പോൾ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഇക്കയും ഞാനും കൂടെ ഒന്ന് ലോങ് പോവുകയാണ്. പിന്നെ ഐശുവിനെയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ കൂടെ. ഈ ഒരു ടൈമിൽ അവരെ പുറത്തിറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചത്. അട്ടപ്പാടി ചുരം കയറുമ്പോഴത്തേക്കും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഞാനൊക്കെയും കൂടെ ഒരു ബേക്കറിയിൽ കയറിയപ്പോൾ നമ്മൾ അട്ടപ്പാടി റോഡിലോട്ട് കടന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് എത്ര കിലോമീറ്റർ പോകണം ലാൽക്കകത്തോട്ട്? അട്ടപ്പാടി ആ ചുരം എത്തുമ്പോഴത്തേക്ക് എത്ര കിലോമീറ്റർ വേണം? ഇല്ലട്ടോ, ഞാൻ വേറെ റെക്കോർഡ് ചെയ്യൂല, തന്നെ ഇടുക ഞാൻ. അപ്പോ അതായത് എവിടെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. വണ്ടി ഇങ്ങനെ ചാടിയിട്ടാണ് പോകുന്നത്. പൂരെ കാണുന്ന മല കണ്ടോ, അതാണ് അട്ടപ്പാടി മല. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത തറയിട്ടോ. ഇപ്പൊ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇനി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ടുള്ള എൻട്രൻസ് കാണാൻ കഴിയും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈലന്റ് വാലി 32.2 കിലോമീറ്റർ എന്ന്. മഴയുള്ള സമയത്താണെങ്കിൽ പാറമക്കൂടെ ഒക്കെ നല്ല വെള്ളം വരും. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വെള്ളം. അപ്പോൾ നല്ല വെള്ളമൊക്കെ വരുമ്പോൾ ഈ വെള്ളം നേരെ റോഡിലോട്ടാണ് വരുന്നത്. പിന്നെ ആ വെള്ളം കിടന്നിട്ടാണ് പിന്നെ നമ്മൾ പോവുക. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഒരു മങ്കി വണ്ടിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അത് ഞങ്ങളെ കയ്യിൽ ഫുഡ് കണ്ടിട്ട് വരികയാണ്.
വളവ്. ഇവിടെ നിറച്ച് കുരങ്ങന്മാരില്ലാണ്ട് എനിക്ക് കുരങ്ങന്മാരെ പേടിയായതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്നു. ഇക്ക പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഏത് ഭാഗത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ഗ്രീൻ കളറാണ് കാണുന്നത്. നല്ല മലകളും മരങ്ങളും പിന്നെ നല്ലൊരു കാറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. പറഞ്ഞു കൊടുക്കില്ല കറക്റ്റ്. അയ്യപ്പനും കോശി എന്ന സിനിമയില് ബിജു മേനോനെ ഇറക്കി വിട്ടിട്ട് പൃഥ്വിരാജ് ഇറങ്ങി ക്ഷീണിച്ച് നടന്നു വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പൊ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. കുഞ്ഞോട് കാണിച്ചു കൊടുക്കും. ഈ ഒരു ഒഴിഞ്ഞ സ്ഥലം, അതായത് കുറെ ആദിവാസി സ്ത്രീകളൊക്കെ നിന്നിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഈ ഒരു സ്ഥലത്താണ്. അതായത് ഈ റോഡ് സൈഡിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവർക്കറിയാം. ഇപ്പം നമ്മൾ കോട്ടത്തറ എത്തി. ഇവിടെയാണ് എൻ്റെ അനിയത്തിൻ്റെ വീട്. ഇവിടെ ടൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാ കാണുന്നതാണ് എൻ്റെ അനിയത്തിൻ്റെ വീട്. അനിയത്തി ഹസ്ബൻഡ് റെഡി ആകുമ്പോഴത്തേക്കും ഞാനും ലാലിക്ക് ഒന്നും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ചുറ്റിയടിച്ച് വന്ന്
അനിയത്തിനെയും ഹസ്ബൻഡിനെയൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്ത് ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ പൃഥ്വിരാജ് താമസിക്കുന്ന ലോഡ്ജ്, പിന്നെ കാറ് കത്തിക്കുന്ന സീനൊക്കെ ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോന്നിട്ടാണ് ഈ പ്ലേസ്. പിന്നെ അതുപോലെ തന്നെ സിനിമ കണ്ടവർക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് പൃഥ്വിരാജ് കിടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നൈറ്റായി തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ക്ലിയറായി കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.